الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന്, തഖ്വയുള്ളവരാകണമെന്ന് സ്വയം ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മളെ സൃഷ്ടിച്ചത് ഒരുപാട് ദൗർബല്യങ്ങളോടുകൂടിയാണ്. ഒരുപാട് കുറവുകൾ, പോരായ്മകൾ നമുക്കുണ്ട്. മനുഷ്യന്റെ ആന്തരികമായ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന അമിതമായ ആഗ്രഹങ്ങൾ ചില സന്ദർഭങ്ങളിൽ അത് നമ്മളെ കുഴിയിൽ ചാടിക്കാറുണ്ട്. അബദ്ധങ്ങളിൽ, തെറ്റുകളിലേക്ക് അത് നമ്മളെ നയിക്കാറുണ്ട്. ഇന്ന നഫ്സല അമ്മാറത്തും ബിസൂ, തീർച്ചയായും മനുഷ്യന്റെ മനസ്സ് അത് തിന്മയിലേക്ക് ഇങ്ങനെ ചാഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്ത് വലയങ്ങൾ, അതിലെ മോശപ്പെട്ട ആളുകൾ, അവരുടെ ആ ചിന്താഗതിയിലേക്കും അവരുടെ ആ രീതിയിലേക്കും ചില സന്ദർഭങ്ങളിൽ അവരുടെ പ്രേരണ നിമിത്തം നമ്മൾ ആ തെറ്റുകൾ ചെയ്തു പോകാറുണ്ട്. അവരോടൊപ്പം ഒരു കമ്പനി കൂടാറുണ്ട്. അതുപോലെ തന്നെയാണ് മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള പിശാചിന്റെ പ്രേരണകൾ, ഇബ്ലീസിന്റെ പ്രേരണകൾക്ക് വശംവദരായി പോകുക. ഇങ്ങനെ മനുഷ്യന്മാർ പല നിലക്ക് തെറ്റുകൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോകാറുണ്ട്. ഇതെല്ലാം നമ്മളെ സൃഷ്ടിച്ച അള്ളാഹുവിനറിയാം. അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതും ആ ഒരു കോലത്തിലാണ്. തിന്മയിലേക്ക് ചായുന്ന, പ്രേരണകളിൽ വീണുപോകുന്ന, അമിതമായ അഭിലാഷങ്ങൾ, ആഗ്രഹങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മറന്നു പോകുന്ന അവസ്ഥയിലാണ് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ളത്. വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും വയുരീദു അല്ലദീന യത്തബിഊന അശ്ശഹവാതി അൻ തമീലു മൈലൻ അളീമാ യുരീദു അല്ലാഹു അൻ യുഖഫിഫ അൻകും വഖുലിഖൽ ഇൻസാനു ദഈഫാ. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചത് ദുർബലനായിട്ടാണ്. അതിന്റെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നത് വല്ലാഹു യുരീദു അൻ യതൂബ അലൈക്കും, അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരണം, മാപ്പാക്കി നൽകണം എന്നാണ് അള്ളാഹു ആഗ്രഹിക്കുന്നത്. വയുരീദു അല്ലദീന യത്തബിഊന ശഹവാത് അൻ തമീലു മൈലൻ അളീമാ. എന്നാൽ തിന്മ ആഗ്രഹിക്കുന്ന, ആ നിലക്കുള്ള ചിന്തകൾ മാത്രം കൊണ്ട് നടക്കുന്ന, പരലോക ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകൾ വിശ്വാസികളെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും തിന്മകളിലേക്ക്, പാപങ്ങളിൽ മുങ്ങിക്കുളിക്കണം എന്നവർ മനുഷ്യന്മാരെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ അല്ലാഹു അലൈക്കും, നിങ്ങൾക്ക് ലഘുവാക്കി തരണം, എളുപ്പമാക്കി തരണമെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നു. അല്ലാഹു നിങ്ങളെ സൃഷ്ടിച്ചത് ദുർബലനായിട്ടാണ് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നു. സഹോദരന്മാരെ, ജീവിതം നമ്മുടെ ഒരു പ്രയാണമാണല്ലോ, ഒരു യാത്രയാണല്ലോ. അള്ളാഹുവിലേക്ക് നമ്മൾ ഒഴുകുകയാണ്. ഓരോ ദിവസവും മനുഷ്യന്മാർ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകൾ ആ ഒരു വഴിയിൽ നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുന്നു. നല്ല വഴിയിലേ നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ചില കാഴ്ചകൾ കാണും. നമ്മളെ ചില ആഗ്രഹങ്ങളിൽ നമ്മൾ വീണുപോകും. അങ്ങനെ തിന്മയുടെ കയത്തിലേക്ക് നമ്മൾ ഇറങ്ങിപ്പോകുന്നു. എന്നാൽ ആ കയത്തിൽ നിന്ന് തിരിച്ച് വീണ്ടും കരയിലേക്ക് കയറിയെടുക്കാനുള്ള ഒരു മാർഗമാണ് തൗബ എന്നുള്ളത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടുന്ന കാര്യം,
എത്ര വലിയ മുത്തക്കിയാകട്ടെ, എത്ര വലിയ നമസ്കാരവും നോമ്പുമുള്ളവനാകട്ടെ, നമ്മളാരും മലക്കുകളല്ല, നമ്മളാരും അമ്പിയാക്കളുമല്ല. അമ്പിയാക്കളെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം മഅ്സൂമീങ്ങളാണ്, അള്ളാഹുവിനെ പാപങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നവരാണ്. എന്നാൽ നമ്മൾ അങ്ങനെയല്ല. നമ്മളിൽ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. എന്നാൽ ആ പോരായ്മ അത് പരിഹരിക്കാൻ അള്ളാഹു നിശ്ചയിച്ചതാണ് തൗബ എന്ന മഹത്തായ ഒരു കാര്യം. അത് എത്ര വലിയ തെറ്റാണെങ്കിലും, അതിൽ കുഫുറാകട്ടെ, അള്ളാഹുവിനെ നിഷേധിക്കുന്നവരാകട്ടെ, ഷിർക്ക് ചെയ്യുന്നവരാകട്ടെ. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ മാഇദയിൽ അല്ലാഹു 72, 73 ആയത്തുകളിൽ എണ്ണി പറയുകയാണ് ചില ആളുകളെ. മസീഹീങ്ങൾ, അല്ലാഹു സാലിസു സലാസ, തൃത്വം വാദിച്ചവർ, അള്ളാഹുവിന് 3 ഘട്ടങ്ങളുണ്ട്, അതല്ലെങ്കിൽ 3-1 എന്നെല്ലാം പറയുന്നവർ, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന് അള്ളാഹുവിനെ വർണ്ണിച്ചവർ, ബനൂ ഇസ്രായേലിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവർ, പല പ്രവാചകന്മാരെയും കൊന്നുകളഞ്ഞവർ, ഇവരുടെ എല്ലാം ചരിത്രം അള്ളാഹു എണ്ണി പറഞ്ഞിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന വല്ലാഹു ഗഫൂറുർ റഹീം. അള്ളാഹുവിന്റെ പ്രവാചകന്മാരെ കൊന്നുകളഞ്ഞവരെ, അള്ളാഹുവിനെ കുറിച്ച് പല നിലക്കുള്ള വികലമായ ചിന്തകൾ വെച്ച് പുലർത്തുന്നവരെ, അള്ളാഹുവിന്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു വന്നുകൂടെ? അഫലാ യതൂബൂന ഇലല്ലാഹി വയസ്തഗ്ഫിറൂന, അള്ളാഹുവിലേക്ക് നിങ്ങൾ തൗബ ചെയ്യുന്നില്ലേ? അള്ളാഹുവിലേക്ക് നിങ്ങൾ പാപമോചനം നടത്തുന്നില്ലേ? അള്ളാഹു നിങ്ങൾക്ക് പൊറുത്തു തരാൻ തയ്യാറാണ് എന്ന അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വചനം. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, എത്ര വലിയ തെറ്റാകട്ടെ, എത്ര വലിയ പാപം ചെയ്തവനാകട്ടെ, അള്ളാഹുവിനെ നിഷേധിച്ചവനാകട്ടെ, ചരിത്രം അതാണല്ലോ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എത്രയെത്ര സഹാബികൾ, അവരുടെ ചരിത്രങ്ങൾ മറിച്ചു നോക്കിയാൽ, വഹ്ശി, ഉഹുദ് യുദ്ധത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ, വാപ്പയുടെ സഹോദരൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ചതിച്ചു കൊന്ന മനുഷ്യൻ, പ്രവാചകന്റെ മുഖവും മനസ്സും എല്ലാം വല്ലാണ്ട് പ്രയാസപ്പെടുത്തിയ വഹ്ശിയെ കൊല്ലാൻ പ്രവാചകൻ ഓർഡർ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് ചരിത്രത്തിൽ നമ്മൾ ആ പേര് കേൾക്കുമ്പോൾ പറയുന്നത് റളിയല്ലാഹു അൻഹു. ഇതാണ് ഇസ്ലാം നൽകുന്ന വിശാലത, അല്ലാഹു നമുക്ക് നൽകുന്ന വിശാലത. ഇസ്തിഗ്ഫാർ, പാപമോചനം. എത്ര തെറ്റ് ചെയ്തവരും ഏറ്റവും ഉദാത്തമായ മഹത്തായ പദവിയിലേക്ക് കയറി ചെല്ലാൻ കഴിയുന്ന തരത്തിലാണ് അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഖുദ്സിയായ ഒരു ഹദീസ് ഇമാം മുസ്ലിമും ബുഖാരിയും എല്ലാം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അന്നബി ദർ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീമാ റവാ അനില്ലാഹി തബാറക വതആല. ഇതിനാണ് ഖുദ്സിയായ ഹദീസ് എന്ന് പറയുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞിരിക്കുന്നു. ഇത് ഖുർആനല്ല, ഖുർആന് അള്ളാഹുവിന്റെ നേരിട്ടുള്ള വചനമാണ്, അതിന് യാതൊരുവിധ മാറ്റവും സംഭവിക്കുകയില്ല. എന്നാൽ ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെയാണ്, അള്ളാഹു പറഞ്ഞതാണ്, പക്ഷേ അത് പ്രവാചകന്റെ വാക്കുകളിലൂടെയാണ്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യാ ഇബാദ്, അല്ലയോ എന്റെ അടിമകളെ, അല്ലയോ എന്റെ ദാസന്മാരെ, ഇന്നകും തുഖ്തിഊന ബില്ലൈലി വന്നഹാർ വഅന അഗ്ഫിറു ദുനൂബ ജമീഅ, നിങ്ങൾ പകലും രാത്രിയിലും തെറ്റ് ചെയ്യുന്നവരാണ്, തിന്മ ചെയ്യുന്നവരാണ്, നിങ്ങളുടെ എല്ലാ പാപങ്ങളും ഞാൻ നിങ്ങൾക്ക് പുറത്തു തരും. ഫസ്തഗ്ഫിറൂനി അഗ്ഫിർ ലക്കും, എന്നോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ തേടൂ, തൗബ ചെയ്യൂ, പുറത്തു തരണേ എന്ന് പറയൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരാമെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. സഹോദരന്മാരെ, ഒരിക്കലും ഒരു മുസ്ലിമിൽ, ഒരു മുഅ്മിനിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ഒന്നാണ് അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള നിരാശ. അത് പിശാച് അവനിൽ ഇട്ടുകൊടുക്കും. നീ നമസ്കരിക്കുന്നു, സ്വതക്ക ചെയ്യുന്നു, എന്ത് കാര്യം? നീ കളവ് പറയുന്നില്ലേ? നീ തെറ്റ് ചെയ്യുന്നില്ലേ? നിന്നിൽ പാപമില്ലേ? ഇങ്ങനെ മനുഷ്യന്റെ മനസ്സിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള മോശമായ വിചാരങ്ങൾ ഇട്ട് തന്ന് അവൻ റബ്ബിൽ നിന്ന് നമ്മളെ അകറ്റിക്കൊണ്ടേയിരിക്കും. സഹോദരന്മാരെ, ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. അള്ളാഹു പറയുകയാണ്, വമയ്യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിരില്ലാഹ്, ആരെങ്കിലും തെറ്റ് ചെയ്യുന്നുവെങ്കിൽ, വമയ്യഅമൽ സൂഅൻ, ആരെങ്കിലും മോശപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നുവെങ്കിൽ, ഔ യദ്ലിം നഫ്സഹു, സ്വന്തത്തോട് തന്നെ അവൻ അതിക്രമം ചെയ്യുന്നുവെങ്കിൽ,
എന്നിട്ട് അവൻ അല്ലാഹുവിലേക്ക് ഇസ്തിഗ്ഫാർ നടത്തിയാൽ യജിദില്ലാഹ ഗഫൂറർ റഹീമ, നിങ്ങൾക്ക് ആ റബ്ബിനെ പരമകാരുണ്യവാനായി കരുണാനിധിയായി നിങ്ങൾക്ക് ആ റബ്ബിനെ കണ്ടെത്താൻ കഴിയും. പാപം ചെയ്യുന്നവനും തെറ്റ് ചെയ്യുന്നവനും ഒരിക്കലും വിചാരിക്കരുത് ഞാൻ നശിച്ചു പോയി എന്ന്. അത് പിശാച് ഇട്ട് തരുന്നതാണ്. നമ്മളെ പിന്നെ എല്ലാ നന്മകളിൽ നിന്നും അത് തടഞ്ഞു വെക്കും. ഒരു നന്മയും ചെയ്യാൻ നമ്മുടെ മനസ്സിന് പിശാച് അവസരം നൽകയില്ല. ഞാൻ നശിച്ചു പോയി, ഞാൻ നമസ്കരിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പ് നോറ്റിട്ടുണ്ട്, ഞാൻ ഉംറ ചെയ്തിട്ടുണ്ട് എന്ന ഈ ചിന്ത പിശാച് ഇട്ട് തരുന്നതാണ്. ഒരിക്കലും ഒരു വിശ്വാസിയിൽ അത് ഉണ്ടാകാൻ പാടില്ല. ഒരു വിശ്വാസി തെറ്റ് ചെയ്താൽ അവന്റെ മനസ്സിലുണ്ടാകുന്ന ആ വിഷമമുണ്ടല്ലോ, ആ സങ്കടം, ആ ഒരു അഗ്നി, ഉള്ളിൽ കിടന്നുള്ള ആ എരിച്ചിൽ, അത് തണുപ്പിക്കാനുള്ള വെള്ളമാണ് തൗബ എന്ന് പറയുന്നത്. എപ്പോ തെറ്റ് സംഭവിച്ചാലും മനസ്സിങ്ങനെ വീർപ്പ് മുട്ടുമ്പോൾ തൗബ എന്ന ആ കുളിരേകുന്ന വെള്ളത്തിൽ നമ്മളൊന്ന് മുങ്ങിക്കുളിച്ചാൽ മതി. റബ്ബിലേക്കൊന്ന് ഏറ്റു പറഞ്ഞാൽ മതി, എൻ്റെ റബ്ബെ സംഭവിച്ചു പോയി, എന്നിൽ നിന്ന് പറ്റിപ്പോയി റബ്ബെ, എന്നോട് കരുണ കാണിക്കും, എന്നോട് വിട്ടുവീഴ്ച കാണിക്കും, റബ്ബേ നാഥാ എനിക്ക് നീ പുറത്തു തരണേ എന്ന് ആത്മാർത്ഥമായി ആ തൗബയുടെ തണുത്ത ജലത്തിൽ മുങ്ങിക്കുളിച്ചാൽ അള്ളാഹു അവന് ശാന്തി നൽകും, അള്ളാഹുവിന് സമാധാനം നൽകും. കൂടുതൽ നന്മ ചെയ്യാൻ നമ്മളെ അത് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ തൗബ എന്ന ജലം നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, അന്ന ഉഖബത്ത് ബിൻ ആമിർ അന്ന റജുലുൻ അതാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഒരു സഹാബി വന്നുകൊണ്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ് അഹദുനാ യുദ്നിബ്, പ്രവാചകരെ ഞങ്ങളിൽ ഒരുത്തൻ ഒരു തെറ്റ് ചെയ്യുന്നു, എന്തായിരിക്കും സംഭവിക്കുക? ഖാല യുക്തബ് അലൈ, അല്ലാഹു അതവിടെ എഴുതി വെക്കും. നിങ്ങൾ ചെയ്യുന്ന ആ തെറ്റ് അത് എഴുതി വെക്കും. സുമ്മ യസ്തഗ്ഫിർ മിൻഹു വയതൂബ്, പ്രവാചകരെ ആ തെറ്റ് ചെയ്തതിന് ശേഷം അവൻ ഇസ്തിഗ്ഫാർ നടത്തി തൗബ ചെയ്താൽ എന്ത് സംഭവിക്കും? യുഗ്ഫർ ലഹു വയുതാബ് അലൈഹി, അല്ലാഹു അവനത് മാപ്പാക്കി കൊടുക്കും, അല്ലാഹു പുറത്തു കൊടുക്കും. വീണ്ടും ചോദിച്ചു, പ്രവാചകരെ ഞാൻ വീണ്ടും തെറ്റ് ചെയ്താൽ? വീണ്ടും പ്രവാചകൻ പറഞ്ഞു, അത് അല്ലാഹു എഴുതി വെക്കും, രേഖപ്പെടുത്തി വെക്കും, ഒരു തെറ്റായി അവിടെ ഉണ്ടാകും. വീണ്ടും ചോദിച്ചു, പ്രവാചകരെ ഞാൻ വീണ്ടും തൗബ ചെയ്താൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ എന്ത് ചെയ്യും? അല്ലാഹു അത് മായ്ച്ചു കളയും, മാപ്പാക്കി നൽകും. എവിടം വരെ? വലാ യമുല്ലുല്ലാഹ് ഹത്താ തമല്ലു, അതാണ് സഹോദരന്മാരെ നമ്മുടെ റബ്ബ്. ഹത്താ യമല്ലുല്ലാഹ് ഹത്താ തമല്ലു, നിങ്ങൾക്ക് മടുക്കുക എന്നല്ലാതെ അല്ലാഹുവിന് മടുക്കുകയില്ല. തെറ്റ് ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക, തെറ്റ് ചെയ്യുക, ഇസ്തിഗ്ഫാർ നടത്തുക. ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അല്ലാഹുവിന് മടുക്കുകയില്ല. നിങ്ങൾ മടുത്ത് പിശാച് നിങ്ങളിൽ നിരാശ ഇട്ട് തന്ന് ഞാൻ നശിച്ചു പോയി എന്ന് വിചാരിക്കലാണ്. വീണ്ടും അലി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു അസറിൽ കാണുവാൻ സാധിക്കും, വസുഇല അലി റളിയല്ലാഹു അൻഹു അബ്ദു യുദ്നബ്, തെറ്റ് ചെയ്യുന്ന ഒരടിമയെ സംബന്ധിച്ച് ചോദിച്ചു. ഖാല യസ്തഗ്ഫിറുല്ലാഹ വയതൂബ്, ഇസ്തിഗ്ഫാർ നടത്തുക, തൗബ ചെയ്യുക. ഖീല ഫൈൻ ആദ്, അല്ല ഇനി ആവർത്തിച്ചാലോ? ഇന്നും ഇന്നലെയും എല്ലാം ഞാൻ തൗബ ചെയ്തു, പക്ഷെ നാളെ വീണ്ടും ഞാൻ അതിൽ നിന്ന് സംഭവിക്കുന്നു. ഖാല യസ്തഗ്ഫിറുല്ലാഹ വയതൂബ്, വീണ്ടും ഇസ്തിഗ്ഫാർ നടത്തുക, തൗബ ചെയ്യുക. ഫൈൻ ആദ്, വീണ്ടും ആവർത്തിച്ചാലോ? വീണ്ടും ഇസ്തിഗ്ഫാർ ചെയ്യുക, തൗബ ചെയ്യുക. ഖീല ഹത്താ മതാ, ആ മനുഷ്യൻ ചോദിച്ചു അലി റളിയല്ലാഹു അൻഹുവിനോട്, എവിടം വരെ, എത്ര വരെ? ഇന്ന് തെറ്റ് ചെയ്യുക, നാളെ തൗബ ചെയ്യുക, വീണ്ടും തെറ്റ് ചെയ്യുക, തൗബ ചെയ്യുക, ഇങ്ങനെ എത്ര വരെ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഹത്താ യകൂന ശൈത്താൻ വൽ മഹ്സൂർ, പിശാച് നിരാശനാകുന്നത് വരെ. നിങ്ങളെ നരകത്തിലേക്ക് എത്തിക്കുക, വേണ്ടാത്ത ചിന്തകൾ അല്ലാഹുവിനെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരിക, ഇതാണ് പിശാചിന്റെ ലക്ഷ്യം. എന്നാൽ അല്ലാഹു അങ്ങനെയല്ല. അല്ലാഹു നമ്മളെ കാരുണ്യം പ്രതീക്ഷിക്കുന്നവൻ, നമ്മുടെ തൗബ ആഗ്രഹിക്കുന്നവനാണ്. ഒരിക്കലും മടുക്കാത്ത തുടരെയുള്ള ഇസ്തിഗ്ഫാറിലൂടെ നിങ്ങൾ അല്ലാഹുവിലേക്ക് അടുക്കുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. സഹോദരന്മാരെ, തൗബ മാത്രമല്ല നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നന്മകൾ, അതെല്ലാം നന്മ മാത്രമല്ല സംഭവിക്കുന്നത്, അതിലൂടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു നമുക്ക് മായ്ച്ചു നൽകുന്നുണ്ട്. അൻ അബീ ഹുറൈറ ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തഹറ ഫീ ബൈതി, ആരെങ്കിലും അവന്റെ വീട്ടിൽ നിന്ന് വുദു എടുത്തു, സുമ്മ മശാ ഇലാ ബൈതി മിൻ ബുയൂത്തില്ലാ,
എന്നിട്ട് അള്ളാഹുവിന്റെ ഭവനം പള്ളി ലക്ഷ്യം വെച്ചുകൊണ്ട് അവൻ പോയി ഫർളായ ആ കർമ്മം നിർവഹിക്കാൻ. പങ്ക് കേട്ടു, വീട്ടിൽ നിന്ന് ഒതുവെടുത്തു, അവൻ ആ പള്ളിയെ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങി. അള്ളാഹു നിശ്ചയിച്ച ആ ഫർളായ നമസ്കാരം നിർവഹിക്കാൻ. കാനത്ത് ഖുതുവതുഹു ഇഹ്ദാഹുമാ തഹത്തു ഖതിഅ വൽഉഖറാ തർഫഉ ദറജ. ആ പള്ളിയിലേക്ക് നീങ്ങുന്ന അവന്റെ ഓരോ ചുവടും ഓരോ കാൽവെപ്പും അവന്റെ പാപങ്ങൾ ഓരോന്നോരോന്നായി അള്ളാഹു പുറത്തു നൽകും. എന്നാൽ അവൻ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്, അള്ളാഹുവിലേക്കാണ് അവൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓരോ കാലടിക്കും അള്ളാഹു പാപങ്ങൾ പുറത്തു നൽകും. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഓരോ പദവി അള്ളാഹു അവന് ഉയർത്തി നൽകും. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, അൻ അബീ ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തവല്ലഅ ഫഅഹ്സനൽ വുദൂ. ആരെങ്കിലും വുദൂ എടുത്തു എന്നിട്ട് അത് നന്നാക്കി, ആ ശുദ്ധിയിൽ അവൻ നല്ലപോലെ മനസ്സ് വെച്ചു, അള്ളാഹുവിലേക്ക് ഞാൻ പോകുകയാണ്, അതുകൊണ്ട് ആ വൃത്തിയും ആ വുദൂവും കൃത്യമായി നന്നാക്കി അവൻ എടുത്തു. മുഖം എല്ലാം കഴുകുന്നത് കൃത്യമായിട്ടാണ്, അവന്റെ മനസ്സിനെയാണ് അവൻ ശുദ്ധമാക്കുന്നത് ആ വുദൂവിലൂടെ. സുമ്മ അതൽ ജുമുഅ, എന്നിട്ട് അവൻ ജുമുഅക്ക് നമസ്കാരത്തിനെത്തി. എന്നിട്ട് ആ ഖുത്ബ അവൻ ശ്രദ്ധിച്ചു കേട്ടു, നിശബ്ദനായിരുന്നു, അടങ്ങി ഒതുങ്ങി ആ ഖുത്ബ ശ്രദ്ധിച്ച് നിശബ്ദനായി അവൻ ഇരുന്നാൽ രണ്ട് ജുമുഅകൾക്കിടയിൽ, ഒരാഴ്ചകൾക്കിടയിൽ അവനിൽ സംഭവിച്ചതെല്ലാം അള്ളാഹു അവന് മാപ്പാക്കി കൊടുക്കുന്നു. മറ്റൊരു സംഭവം ഇങ്ങനെയാണ്, 3 ദിവസം കൂടുതൽ. ഇനി ആരെങ്കിലും, അന്നത്തെ മദീനത്തെ പള്ളി എന്ന് പറഞ്ഞാൽ മണ്ണും കല്ലും ചരലുകളും നിറഞ്ഞതാണ്, അതിൽ കളിച്ചുകൊണ്ടിരുന്നാൽ അവൻ അതിക്രമം ചെയ്തു. ശ്രദ്ധയോടുകൂടി വധുവെടുത്ത് കൃത്യമായി ആ ഒരു ജുമയിൽ പങ്കെടുത്താൽ തന്നെ അവന്റെ പാപങ്ങൾ പൊറുക്കുമെന്നാണ്. സഹോദരന്മാരെ, ഇത് ഇവിടെ മാത്രം ഒതുങ്ങുന്നതല്ല. ഒട്ടനവധി ഹദീസുകളിൽ സൽക്കർമ്മവുമായി ബന്ധപ്പെട്ട പാപമോചനങ്ങൾ വന്നിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ത്വലബുർ റിസ്ഖ്, ഹലാലായത് തിന്നുവാൻ വേണ്ടി, തനിക്ക് തിന്നുവാൻ, തൻ്റെ മക്കളെ പോറ്റുവാൻ വേണ്ടി, ഹലാല് സമ്പാദിക്കുവാൻ വേണ്ടി ഒരു മനുഷ്യൻ പ്രയത്നിക്കുന്നുവെങ്കിൽ അവന് പാപമോചനമുണ്ട്. അതിഥികളെ സൽക്കരിച്ചാൽ, ഒരു മനുഷ്യന് ഭക്ഷണം നൽകിയാൽ അവൻ അപ്പോൾ നന്മ മാത്രമല്ല പാപമോചനമുണ്ട്. വഹ്സുനുൽ ഖുൽഖ്, തൻ്റെ സഹജീവികളോട് നല്ല നിലക്ക് പെരുമാറിയാൽ അവന് പാപമോചനവുമുണ്ട്, നന്മയുമുണ്ട്. ആളുകളോടുള്ള പെരുമാറ്റത്തിൽ വിട്ടുവീഴ്ച കാണിച്ചാൽ, തൻ്റെ കാര്യത്തിൽ ന്യായമുണ്ടെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്താൽ അവന് നന്മയുമുണ്ട്, പാപമോചനമുണ്ട്. അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ ശ്രമിക്കുന്നതിൽ അതിനുവേണ്ടി ഇറങ്ങിയാൽ അപ്പോഴും അവന് നന്മയുമുണ്ട്, പാപമോചനമുണ്ട്. ഒരു മനുഷ്യനെ സഹായിച്ചാൽ, ഒരു മനുഷ്യനെ ഒന്ന് താങ്ങിയാൽ അവന് നന്മയുമുണ്ട്, പാപമോചനമുണ്ട്. അവനെ സഹായിക്കുന്നതിലൂടെ, അവന്റെ കൈപിടിക്കുന്നതിലൂടെ നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും. നന്മ പഠിപ്പിക്കുന്ന, ദീൻ പഠിപ്പിക്കുന്ന മജ്ലിസുകളിൽ അവനുണ്ടായാൽ അവിടെ അവന് നന്മയുമുണ്ട്, പാപമോചനമുണ്ട്. ജീവികളോട്, മിണ്ടാപ്രാണികളോട് കരുണ കാണിച്ചാൽ അതിലും നിനക്ക് നന്മയുണ്ട്, പാപമോചനമുണ്ട്. മാതാപിതാക്കളോട് കരുണ കാണിച്ചാൽ, അവർക്ക് വേണ്ടി ചെയ്യുന്ന ഖിദ്മത്ത്, അതിൽ നിനക്ക് വലിയ പുണ്യമുണ്ട്, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും. വഴികളിൽ നിന്ന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നീക്കം ചെയ്താൽ പുണ്യം മാത്രമല്ല ഇതിലൂടെയൊന്നും ലഭിക്കുന്നത്, നമ്മൾ ചെയ്ത തെറ്റുകൾക്കുള്ള പരിഹാരമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. സഹോദരന്മാരെ, സന്തോഷിക്കുക, തെറ്റുകളിൽ ദുഃഖിക്കുക, തൗബ ചെയ്യുക, സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. ഒരിക്കലും അല്ലാഹുവിനെ സംബന്ധിച്ച് നിരാശ വെക്കാതിരിക്കുക. അല്ലാഹു തന്നെ നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله غافر الذنب وقابل التوب شديد العقاب أحمده سبحانه وأشكره وأسأل المزيد من فضله وكرمه عليه توكلت وإليه متاب
واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله المختار من اشرف الانساب صلى الله وسلم وبارك عليه وعلى اله واصحابه والتابعين ومن تبعهم باحسان الى يوم الدين. اما بعد اتقوا الله عباد الله. ആദരണീയരായ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി സ്വയം ബോധ്യത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. തൗബ, ഇസ്തിഗ്ഫാർ, അള്ളാഹുവിൻ്റെ കാരുണ്യം പ്രതീക്ഷിക്കൽ, അതിനെ സംബന്ധിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ തൗബക്ക് പ്രത്യേകമായ സ്ഥാനമുണ്ട്. സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെയും അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകുന്നു. അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ, ജീവിതത്തിൽ വല്ലാതെ വ്യസനിക്കുന്നവർ, സങ്കടപ്പെടുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവർ. അവർക്ക് അതൊരു പരീക്ഷണം മാത്രമല്ല, ആ ഒരു ദുഃഖവും ആ ഒരു വേദനയും എല്ലാം അവർക്കുള്ള പ്രായശ്ചിത്തമാണ്. അള്ളാഹു അവരുടെ പാപങ്ങൾ അതിലൂടെ പുറത്തു നൽകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ഉദ്ധരിക്കപ്പെട്ട ഒട്ടനവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്, ആയിഷ റളിയല്ലാഹു അൻഹ സൗജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ പ്രിയപത്നി മഹദി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ മുസീബ തുസീബുൽ മുസ്ലിം, ഒരു മുസ്ലിമിനെ ബാധിക്കുന്ന ഏതൊരു മുസീബത്തും ഏതൊരു പ്രയാസവും ഇല്ലാ കഫറല്ലാഹു ബിഹാ അൻഹു ഹത്താ ശൗകതി യുശാഖുഹാ, അതിലൂടെ അവന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു നൽകും. ഒരു മുള്ള്, ഒരാര് അവന്റെ കാലിൽ തറച്ചാൽ അതവന് വേദനയുള്ളവാക്കിയെങ്കിൽ അതുപോലും അവനുള്ള പാപമോചനമാണ്. ഇമാം മാലിക് അദ്ദേഹത്തിന്റെ മുവത്തയിലും ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസ്, അൻ അബീ ഹുറൈറ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ വൽ മുഅ്മിന, ഓരോ മുഅ്മിനിനെയും ഓരോ മുഅ്മിനത്തിനെയും ഓരോ വിശ്വാസിയെയും ഓരോ വിശ്വാസിനിയെയും അള്ളാഹു പരീക്ഷിക്കും. ഫീ നഫ്സി, അവന്റെ ശരീരത്തിൽ, രോഗങ്ങൾ നിമിത്തം, സങ്കടങ്ങൾ നിമിത്തം, പ്രയാസങ്ങൾ നിമിത്തം, വേദനകൾ നിമിത്തം അള്ളാഹു അവനെ പരീക്ഷിച്ചു കൊണ്ടേയിരിക്കും. വവലദി, അവന്റെ മക്കളിൽ, അവന്റെ മക്കൾ നിമിത്തം അവൻ വേദനിക്കും, അവൻ പ്രയാസപ്പെടും, അവൻ ബുദ്ധിമുട്ടും. വമാലി, അവന്റെ സമ്പത്തിൽ, അതിൽ ചില സമയങ്ങളിൽ അള്ളാഹു പിടിക്കും, ആ സമ്പത്ത് അവന് തികയാതെ വരും, അവന് പ്രയാസത്തിലേക്ക് നീങ്ങും. ഹത്താ യൽഖല്ലാഹ് വമാ അലൈഹി ഖതീഅ, എവിടം വരെ? അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന നാൾ വരെ അവന്റെ ജീവിതത്തിൽ വേദനകളായിരിക്കും. അവന്റെ മക്കൾ നിമിത്തം അവൻ പ്രയാസപ്പെടും, അവന്റെ സമ്പത്ത് മുഖേന അവൻ പരീക്ഷിക്കപ്പെടും. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ദിവസം വമാ അലൈഹി ഖതീഅ, വമാ അലൈഹി ഖതീഅ, റബ്ബിനെ കണ്ടുമുട്ടുന്ന ദിവസം ഒരു പാപവും അവനിൽ അവശേഷിക്കുകയില്ല. ഈ വേദനകളും പ്രയാസങ്ങളും എല്ലാം നമ്മുടെ പാപങ്ങൾ മായിക്കാനാണ് എന്ന് പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല. മറ്റൊരു റിവായത്ത്, വഫീ റിവായത്തുൻ മുഅത്ത മാ യസാലുൽ മുഅ്മിൻ യുദാറു ഫീ വലദി വഹാമ്മതി, ഇമാം മാലിക്കിന്റെ റിവായത്ത് പ്രകാരമാണ്, അവന്റെ മക്കളും അവന് വേണ്ടപ്പെട്ടവരും അവന്റെ ബന്ധങ്ങളിൽപ്പെട്ടവർ, അവരിലുണ്ടാകുന്ന വേദനകളും പ്രയാസങ്ങളും നിന്റെ മനസ്സിനെ സങ്കടപ്പെടുത്തുന്നുവെങ്കിൽ അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ആ നിമിഷം അവന്റെ ഏടിൽ ഒരു പാപവും അവശേഷിക്കുകയില്ല. എന്തെന്നാൽ ദുനിയാവിൽ അവൻ ഒരുപാട് സങ്കടപ്പെട്ടു, ഒരുപാട് വേദന സഹിച്ചു, പ്രയാസപ്പെട്ടു. അത് നിമിത്തം അള്ളാഹു ആ ഏടുകളിൽ നിന്ന് അവന്റെ പാപങ്ങൾ മായിച്ചു കളഞ്ഞു. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരിക്കലും നിരാശപ്പെടാതിരിക്കുക, തൗബ ചെയ്യുക. അല്ലാഹു പറയുക, യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹ, ആത്മാർത്ഥമായി നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുക. അസാ റബ്ബുക്കും അയ്യുകഫിറ അൻകും സയ്യിആതികും, അതിലൂടെ അല്ലാഹു നിങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്തു നൽകും. വയുദ്ഖിൽകും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അരുവികൾ ഒഴുകുന്ന ആ സ്വർഗത്തിന്റെ പൂങ്കാവനത്തിലേക്ക് അല്ലാഹു നിങ്ങളെ പ്രവേശിക്കും. യൗമ ലാ യുഖ്സില്ലാഹു നബിയ വല്ലദീന ആമനൂ മഅ, പ്രവാചകന്മാരും അദ്ദേഹത്തിന്റെ അനുയായികളും ദുഃഖിക്കാത്ത ആ ഒരു ദിവസം. നൂറുഹും യസ്ആ ബൈന ഐദിഹിം വബിഐദാനിഹിം, അവരുടെ മുമ്പിലും ചുറ്റുപാടുമായി ആ ഒരു പ്രകാശം നിറഞ്ഞു നിൽക്കുന്ന ആ ദിവസം. അന്നവർ പ്രാർത്ഥിക്കും, റബ്ബനാ അത്മിം ലനാ നൂറനാ
അല്ലാഹു ഈ വെളിച്ചം ഞങ്ങൾക്ക് പൂർത്തിയാക്കി നൽകണേ എന്ന് അവർ പ്രാർത്ഥിക്കുന്ന ദിവസം. സഹോദരന്മാരെ, ഈ ഒരു പ്രതീക്ഷയിൽ നമ്മൾ മുന്നോട്ട് പോകുക. നമ്മുടെ എല്ലാ സങ്കടങ്ങളും അള്ളാഹു നമുക്ക് നൽകുന്ന പാപമോചനമാണെന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ മഹത്തായ കാരുണ്യത്തിൽ നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും അള്ളാഹു പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ മാതാപിതാക്കൾക്കും അള്ളാഹു പുറത്തു നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബങ്ങളെയും എല്ലാം അള്ളാഹു നേരായ മാർഗത്തിൽ നയിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിക്കുന്ന തെറ്റുകളിൽ നിരാശയില്ലാതെ ആത്മാർത്ഥമായി കൈകൾ ഉയർത്തി അള്ളാഹുലേക്ക് പാപമോചനം തേടുക. ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു നൽകുമാറാകട്ടെ. സഹോദരന്മാരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ നമ്മൾ സ്വലാത്ത് ചൊല്ലുക. صلوا وسلموا على هادي النذير والسراج المنير. قال الله تعالى إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وارض اللهم عن أربعة الخلفاء أئمة الحنفاء أبي بكر وعمر وعثمان وعلي وعن أزواج أمهات المؤمنين وعن الصحابة أجمعين ومن تبعهم بإحسان إلى يوم الدين وأنا معهم بمنك وكرمك وعفوك وإحسانك يا أرحم الراحمين. اللهم وفق ولاة أمور المسلمين لما فيه خير الإسلام والمسلمين واجعلهم عونا لهم على طاعة واصرف عنهم بطانة سوء. اللهم وفقهم لما تحب وترضى. اللهم احفظ بلادنا وبلاد المسلمين من كل سوء. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. لا إله إلا أنت سبحانك إنا كنا من الظالمين. رب ارحمهما كما ربيانا صغارا. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين وآخر دعوانا أن الحمد لله رب العالمين.